Let's learn together with Dhanya. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാണ്. ഓക്കെ, അപ്പം ക്വസ്റ്റ്യനും ആൻസറും മാത്രമേ ഉള്ളൂ. അപ്പം മാരത്തോൺ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് നാളെ നമ്മളുടെ എക്സാം ആണ്. അപ്പം അതിന് യൂസ്ഫുൾ ആവുമെന്നാണ് വിചാരിക്കുന്നത്. ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഓക്കെ, വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കൂടി ചെയ്യാം കേട്ടോ. ക്വസ്റ്റ്യൻസ് നോക്കാം. No employee shall be kept under suspension for a period exceeding dash at any time. Okay, answer is 6 months. Okay, 6 മാസത്തിൽ കൂടുതൽ ഒരു എംപ്ലോയിനെയും സസ്പെൻഡ് ചെയ്ത് വെക്കാൻ പാടില്ല. Okay, question number 2. The minimum marks for the interview for examination conducted by CSEB shall be 3 marks ആണ് minimum marks for interview. Okay, question number 3. Staff pattern as per rule dash of KCS Act 1969. Rule 188. Rule 188 ആണ് സ്റ്റാഫ് പാറ്റേൺ പറയുന്നത്. ഓക്കെ, employment assistance to dependents of employee dying in harness is given in dash of KCS Act 1969. Answer is Rule 188A. ഓക്കെ, അതായത് അകാലത്തിൽ മരണപ്പെട്ടിട്ടുള്ള എംപ്ലോയീസിന്റെ ഡിപ്പെൻഡൻസിന് കൊടുക്കുന്ന എംപ്ലോയ്മെന്റ് അസിസ്റ്റൻസ് അത് ഏത് റൂളിലാണ് പറയുന്നത്? റൂൾ 188A. ഓക്കെ, അടുത്തത് question number 5. Classification under section 81 is rule dash of KCS rule 1969. സെക്ഷൻ 81 പറയുന്ന ക്ലാസിഫിക്കേഷൻ ഏത് റൂളിലാണ് വരുന്നത്? റൂൾ 182ലാണ്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ അണ്ടർ സെക്ഷൻ 81 ഈസ് റൂൾ 182 ഓഫ് KCS റൂൾ 1969. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. CSEB shall conduct the written examination for all direct recruitment to the post of dash and above in the category of dash. Okay, അപ്പം ഏത് പോസ്റ്റ് മുതലാണ് CSEB റിട്ടേൺ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിൽ? ഓക്കെ, ആൻസർ ഇസ് ജൂനിയർ ക്ലർക്ക്. Next, question number 7. Dash percentage of the post of the employees of every society shall be reserved for appointment from persons belonging to the scheduled caste or scheduled tribes. Okay, എത്ര പെർസെന്റേജ് ആണ് scheduled caste scheduled tribeന് റിസർവ് ചെയ്ത് വെക്കേണ്ടത്? ഓക്കെ, 10% ആണ്. Okay, question number 8. The maximum marks for written examination conducted by CSEB shall be 80. 80 മാർക്സിലാണ് CSEB written examination conduct ചെയ്യുന്നത്. Okay, question number 9. Returning officer for the conduct of election of members to the Circle Cooperative Union shall be dash of cooperative societies. Okay, Circle Cooperative Unionലേക്കുള്ള election conduct ചെയ്യുമ്പോൾ റിട്ടേണിംഗ് ഓഫീസർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന പേഴ്സന്റെ റാങ്ക് എന്താണ്? ഓക്കെ, അസിസ്റ്റന്റ് ഡയറക്ടർ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ റാങ്കിൽ കുറയാത്ത ആളായിരിക്കണം. ഓക്കെ, question number 10. Award is issued as per dash of KCS Act. Okay, award issue ചെയ്യുന്നത് ഏത് ആക്ട് പ്രകാരം? സെക്ഷൻ 70. സോറി, ഏത് സെക്ഷൻ പ്രകാരം? സെക്ഷൻ 70 of KCS Act 1969. Question number 11. The name of the cooperative society shall be changed by section dash of KCS Act 1969. ഓക്കെ, അപ്പം ഒരു സൊസൈറ്റിയുടെ നെയിം ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിന് ഏത് സെക്ഷൻ ആണ്? സെക്ഷൻ 10 ആണ് കേട്ടോ. സെക്ഷൻ 10 ആണ് name of cooperative society change ചെയ്യേണ്ടത്. Okay, question number 12. The representative general body is constituted as per section dash of KCS Act. Okay, representative general body constitute ചെയ്യുന്നത് ഏത് സെക്ഷൻ പ്രകാരമാണ്? സെക്ഷൻ 27 of 2. Okay, section 27ൽ സെക്കൻഡ് സബ്സെക്ഷനിലാണ് പറയുന്നത് representative general body constitute ചെയ്യുന്നതിനെ പറ്റിയിട്ട്. Question number 13. A society maintain dash percentage of the demand and time liability as fluid resources. Okay, fluid resources ആയിട്ട് അതായത് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റിയിൽ എത്ര പെർസെന്റേജ് ആണ് ഫ്ലൂയിഡ് റിസോഴ്സസ് ആയിട്ട് സൊസൈറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? ആൻസർ ഇസ് 20% ആണ്. ഓക്കെ, 20% ഫ്ലൂയിഡ് റിസോഴ്സസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം ഫ്രം ദ നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 14. The procedure for the conduct of election to the managing committee of a cooperative society is as per rule dash of KCS rules. Okay, managing committee election ന്റെ റൂൾസ് പറയുന്നത് ഏതിലാണ്? പ്രൊസീജിയർ. ഓക്കെ, റൂൾ 35A ആണ്. റൂൾ 35A ആണ് procedure for the conduct of election to the managing committee of a cooperative society. Next, question number 15. The members of a cooperative society admitted within dash prior to the date fixed for the election shall not be eligible to vote at the election
to the managing committee members of the society. Okay, managing committee ഇലക്ഷന്റെ സമയത്ത് എത്ര നാൾ മുമ്പ് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മെമ്പർ ആയി കയറ്റിയിട്ടുള്ള ആളെയാണ് വോട്ട് ചെയ്യാൻ അനുവദിക്കാത്തത്. ഓക്കെ, 60 ദിവസം ഇലക്ഷന്റെ ഡേറ്റിന് 60 ദിവസത്തിനുള്ളിൽ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ആളെനെ വോട്ട് ചെയ്യാനായിട്ട് അനുവദിക്കില്ല. ഓക്കെ, 60 days ആണ് ആൻസർ. Okay, next 16th question. Nominees of government on committee of apex or central society is as per section dash of KCS Act. Okay, അപ്പോൾ ഗവൺമെന്റിന്റെ നോമിനീസ് അപെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റീസിലേക്കുള്ള ഗവൺമെന്റിന്റെ നോമിനീനെ പറ്റി പറയുന്നത് സെക്ഷൻ 31 സെക്ഷൻ 31 ഓഫ് KCS Act. Okay, അടുത്തത് question number 17. An execution petition has to be filed before dash under KCS Act. Okay, അപ്പം എക്സിക്യൂഷൻ ഫയൽ ചെയ്യേണ്ടത് ആരുടെ മുമ്പിലാണ്? Okay, answer is Registrar of Cooperative Societies. Question number 18. The society shall receive deposits and loans to such extent prescribed in the dash. Okay, answer is bylaws. Bylaws പറയുന്ന പ്രകാരം മാത്രമായിരിക്കും സൊസൈറ്റി ഡെപ്പോസിറ്റ്സ് റിസീവ് ചെയ്യുന്നത്, ലോൺസ് കൊടുക്കുന്നത്. Okay. Next question number 19. The inquiry under section 65 shall be completed within a period of. എത്ര നാൾ കൊണ്ടാണ് ഇൻക്വയറി കംപ്ലീറ്റ് ചെയ്യേണ്ടത്? എൻക്വയറി സെക്ഷൻ 65 പറയുന്നത് 6 മാസത്തിന്റെ ഉള്ളിലാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 20. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് ഈസ് ഡാഷ് പെർസെന്റേജ് ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ, അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് 7% നെറ്റ് പ്രോഫിറ്റിന്റെ. ഓക്കെ, നെക്സ്റ്റ് ഡാഷ് ഹാസ് നോ ജനറൽ ബോഡി. CCU. ഓക്കെ, സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയന് ജനറൽ ബോഡി ഇല്ല. Next, question number 22. When more than one cooperative society make use of the service of one concurrent auditor jointly, it is called. Okay, ഒന്നിലധികം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഒരു കൺകറന്റ് ഓഡിറ്ററുടെ സഹായം അല്ലെങ്കിൽ സർവീസ് യൂസ് ചെയ്യുന്നുവെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താണ്? ഗ്രൂപ്പ് കൺകറന്റ് ഓഡിറ്റ് ആണ്. ഓക്കെ, ഗ്രൂപ്പ് കൺകറന്റ് ഓഡിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Auditing begins where dash ends. Okay, auditing എപ്പോഴാണ് begin ചെയ്യുന്നത്? Accounting ends when accounting ends. Okay, next question. Dairy cooperative society needs to pay dash of rate of audit fees chargeable. Okay, ഇപ്പോൾ dairy cooperative society audit fees ആയിട്ട് എത്രയാണ് അടയ്ക്കേണ്ടത്? 50% ആണ്. Okay, 25th question ആണ്. വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റി need to pay dash rate of audit fee chargeable. ഓക്കെ, അപ്പോൾ വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ അവർക്ക് ഓഡിറ്റ് ഫീസ് ആയിട്ട് ചാർജ് ചെയ്യുന്നത് എത്രയാണ്? 50% ആണ്. ഓക്കെ, അടുത്തത് 26th question. The cooperative week celebrations in India started in the year. ഇന്ത്യയിലെ കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള വർഷം 1953. ഓക്കെ, the cooperative society working in the IT sector of Kerala is. IT sector, കേരളയുടെ IT സെക്ടറിൽ വർക്ക് ചെയ്യുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതാണ്? കോസ്റ്റെക്. നെക്സ്റ്റ് 28th question. Dash drafted the Cooperative Credit Societies Act 1904. Okay, 1904 Credit Societies Act draft ചെയ്തിട്ടുള്ളത് ആരാണ്? സർ ഡെവ്സിൽ ഇബെറ്റ്സൺ ആണ്. ഓക്കെ, സർ ഡെവ്സിൽ ഇബെറ്റ്സൺ. അടുത്തത് 29th question. Dash of the following is an example for processing cooperative society. ഓക്കെ, അപ്പോൾ ഒരു പ്രോസസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് എക്സാമ്പിൾ ആണ് കേരഫെഡ്. ഓക്കെ, അടുത്തത് 30th question. An important document for the membership in a cooperative society is ഐഡന്റിറ്റി കാർഡ്. ഓക്കെ, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പർഷിപ്പിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഒരു ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഐഡന്റിറ്റി കാർഡ് തന്നെയാണ്. ഓക്കെ, question number 31. The long-term credit needs of farmers are met by. Answer PCRDB. ഓക്കെ, കൃഷിക്കാരുടെ ദീർഘകാല കൃഷി ആവശ്യങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് PCRDB ആണ്. ഓക്കെ, അടുത്ത question 32. The economic system under which the means of production and distribution are owned and regulated by government is called. Okay, ഏത് എക്കണോമിക് സിസ്റ്റം ആണ്, അതായത് ഉൽപാദനവും അതുപോലെ തന്നെ വിതരണവും എല്ലാം ഗവൺമെന്റ് സ്വന്തം ഓൺ ചെയ്ത് അതുപോലെ തന്നെ ഗവൺമെന്റ് റെഗുലേറ്റ് ചെയ്യുന്നത് ഏത് എക്കണോമിക് സിസ്റ്റത്തിലാണ്? ആൻസർ ഇസ് സോഷ്യലിസം. ഓക്കെ, നെക്സ്റ്റ് question number 33. The period which is known as the period of recovery in the Indian cooperative movement is. Okay, ഏത് കാലഘട്ടമാണ് റിക്കവറി, പീരീഡ് ഓഫ് റിക്കവറി എന്ന് അറിയപ്പെടുന്നത്? ഓക്കെ, 1939 to 1947 ആണ്. ഓക്കെ, 1939 to 1947. This period is called the period of recovery. Okay. Next 34th question. NABARD bill was passed in the year. Okay, NABARD പാസ്സാക്കിയിട്ടുള്ളത് 1981 നിലവിൽ വന്നത് 1982. Okay,
അടുത്തത് 35th question. The central sector scheme for consumer cooperatives was started in the year. Okay, consumer cooperatives-ന് ആവശ്യമായിട്ടുള്ള central sector scheme start ചെയ്തിട്ടുള്ളത് 1962-ലാണ്. Okay, next 36th question. The debentures which are floated without any reserve is known as. ഒരു റിസർവും ഇല്ലാതെ ഫ്ലോട്ട് ചെയ്തിരിക്കുന്ന ആ ഡിബഞ്ചേഴ്സിനെ വിളിക്കുന്ന പേര് നേക്കഡ് ഡിബഞ്ചേഴ്സ് എന്നാണ്. ഓക്കെ, ഡിബഞ്ചേഴ്സ് വിച്ച് ആർ ഫ്ലോട്ടഡ് വിത്തൗട്ട് എനി റിസർവ്, യാതൊരുവിധ റിസർവും ഇല്ലാതെ വിൽക്കുന്ന ഡിബഞ്ചേഴ്സിനെ നേക്കഡ് ഡിബഞ്ചേഴ്സ് എന്നാണ് പറയുന്നത്. The scale of finance in a district cooperative bank is fixed as per recommendations of dash. Okay, ആരുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഒരു ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിലെ സ്കെയിൽ ഓഫ് ഫിനാൻസ് തീരുമാനിക്കുന്നത്? ഓക്കെ, അത് അവിടുത്തെ ടെക്നിക്കൽ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്, ആ ഡിസ്ട്രിക്റ്റിലെ ടെക്നിക്കൽ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിലെ സ്കെയിൽ ഓഫ് ഫിനാൻസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത 38th question. The NCDC implements schemes for cooperative department. കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള സ്കീമുകളാണ് NCDC ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. Question number 39. The bad debt reserve maintained by a cooperative society is, ഒരു cooperative society മെയിൻറ്റെയിൻ ചെയ്യുന്ന bad debt reserve-നെ വിളിക്കുന്ന പേരെന്താണ്? Liability. 40th question. The State Bank of India was set up as per the recommendation of dash committee. ഗോർവാല കമ്മിറ്റി, ഗോർവാല കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വന്നത്. ഓക്കെ, അടുത്തത് 41st question. The initial members who are coming towards to organize a new society are called. ഒരു പുതിയ സൊസൈറ്റി ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മുൻപോട്ട് വരുന്ന ആ ഇനീഷ്യൽ മെമ്പേഴ്സിനെ വിളിക്കുന്ന പേരെന്താണ്? പ്രൊമോട്ടേഴ്സ് എന്നാണ്. ഓക്കെ, അടുത്തത് 42nd question. The author of Madras Cooperative Manual was. Madras Cooperative Manual എന്ന പുസ്തകത്തിന്റെ ഓഥർ ആരാണ്? R.C. Ryan. Okay. Next 43rd question. The maximum amount of share capital that can be raised in a cooperative society as per its bylaw is called. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബൈലോ പ്രകാരം ആ സൊസൈറ്റിയിലേക്ക് റേസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം ഷെയർ ക്യാപിറ്റലിന്റെ എമൗണ്ടിനെ വിളിക്കുന്ന പേരെന്താണ്? ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് 44th question. Agriculture credit cooperative societies in India owed its origin to. ഓക്കെ, അഗ്രികൾച്ചർ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇന്ത്യയിൽ ഏത് സൊസൈറ്റികളിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ളതാണ്? അപ്പൊ അവരുടെ ഒറിജിനെ നമ്മൾ ഏതിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? ഓക്കെ, അപ്പോൾ റേഫിസൺ സൊസൈറ്റീസിൽ നിന്നാണ് അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസിന്, ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ഒറിജിൻ വന്നിട്ടുള്ളത്. ഓക്കെ, അടുത്തത് 45th question. Subsidiary state partnership fund is maintained by. Subsidiary state partnership fund maintain ചെയ്യുന്നത് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് DCB ആണ്. ഓക്കെ, the 46th question. The chairman of Central Board of Examinations constituted under the State Cooperative Union is dash. Answer is the Registrar of Cooperative Societies. അതായത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള സെൻട്രൽ ബോർഡ് ഓഫ് എക്സാമിനേഷന്റെ ചെയർമാൻ ആരാണ്? രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. ഓക്കെ, അടുത്തത് 47th question. State Agricultural and Rural Development Bank raises funds for its working mainly from. Okay, അതായത് സ്റ്റേറ്റ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് SARDB. അപ്പം അവർക്ക് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് റേസ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഇറ്റ്സ് ഫ്രം ഫ്ലോട്ടേഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചേഴ്സ് ഫ്ലോട്ട് ചെയ്തിട്ടാണ് അവർക്ക് വേണ്ടുന്ന ഫണ്ട്സ് റേസ് ചെയ്യുന്നത്. ഓക്കെ, question number 48. In a cooperative society dividend is declared. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഡിവിഡൻഡ് എപ്പോഴാണ് ഡിക്ലെയർ ചെയ്യുന്നത്? when there is net profit. നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാവുമ്പോഴാണ് ആ സൊസൈറ്റിയുടെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, question number 49. Cooperative urban banks have to maintain fluid resources at the rate specified by. ഓക്കെ, കോപ്പറേറ്റീവ് അർബൻ ബാങ്കുകൾ ഫ്ലൂയിഡ് റിസോഴ്സസ് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അത് ഏത് റേറ്റിലാണെന്നുള്ളത് സ്പെസിഫൈ ചെയ്യുന്നത് ആരാണ്? ഓക്കെ, RBI ആണ് കോപ്പറേറ്റീവ് അർബൻ ബാങ്ക്സിന്റെ കേസസിൽ ഫ്ലൂയിഡ് റിസോഴ്സസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു റേറ്റ് സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, question number 50. Creation of urban banks in India was recommended by dash committee. ഇന്ത്യയിൽ അർബൻ ബാങ്കുകൾ കൊണ്ടുവരണം, അതിന്റെ ക്രിയേഷന് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള കമ്മിറ്റി ഏതാണ്? ആൻസർ ഇസ് മെക്ലഗൻ കമ്മിറ്റി. ഓക്കെ, മെക്ലഗൻ കമ്മിറ്റി ആണ് ക്രിയേഷൻ ഓഫ് അർബൻ ബാങ്ക്സ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്.
Next question number 51. Madhavdas committee was appointed by. Madhavdas committee ne appoint ചെയ്തിട്ടുള്ളത് ആരാണ്? RBI ആണ് Madhavdas committee ne appoint ചെയ്തിട്ടുള്ളത്. Question number 52. All our enthusiasm in the world will not be enough unless we have trained cooperatives. This statement was made by. Okay, നമ്മൾ കോപ്പറേറ്റീവ് സഹകാരികളെ ട്രെയിൻ ചെയ്തെടുക്കുന്നത് വരേക്കും നമ്മളുടെ ഈ ലോകത്തിൽ എന്ത് സന്തോഷം ഉണ്ടെങ്കിലും അത് നമുക്ക് മതിയാവാതെ വരും, പോരാതെ വരും എന്ന് പറഞ്ഞത് ആരാണ്? ഓക്കെ, നെഹ്റു ആണ് അത് പറഞ്ഞത്. All our enthusiasm in the world will not be enough unless we have trained cooperatives. Okay, next question number 53. Farmers Cooperative Society was established in the year. Farmers Cooperative Society established ചെയ്തിട്ടുള്ളത് 1972. Okay. അടുത്തത് in PACS the scale of finance is fixed by. Okay, Primary Agriculture Credit Societies PACS നകത്ത് scale of finance fix ചെയ്യുന്നത് ആരാണ്? DCB ആണ്. Okay, District Cooperative Bank ആണ്. Next 55th question. The first cooperative housing society organized in Bombay province in 1905 was. Okay, 1905 ബോംബെ പ്രവിശ്യയിൽ ഓർഗനൈസ് ചെയ്തിട്ടുള്ള ആദ്യത്തെ കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി ഏതാണ്? സ്വരസ്വത് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി ആണ്. ഓക്കെ, സ്വരസ്വത് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി. നെക്സ്റ്റ്, നീതി സ്റ്റോർസ് വാസ് സ്റ്റാർട്ടഡ് ഇൻ കേരള. കേരളത്തിൽ നീതി സ്റ്റോറുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള വർഷം 1997 ആണ്. ഓക്കെ, നെക്സ്റ്റ്, the first milk supply union in Kerala was established at. കേരളത്തിൽ ആദ്യത്തെ മിൽക്ക് സപ്ലൈ യൂണിയൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് എവിടെയാണ്? കാലിക്കറ്റ് ആണ്. ഓക്കെ, the foundation congress for ICA was held on. Okay, foundation congress International Cooperative Alliance ന്റെ foundation congress എന്നായിരുന്നു? Okay, foundation congress എന്നറിയപ്പെടുന്നത് ലണ്ടൻ കോൺഗ്രസ് ആണ്. ആദ്യം നടന്നത് 1895 ഓഗസ്റ്റ് 18th ആണ്. Okay, അടുത്തത് 59th question. Weavers societies are examples of dash types of cooperatives. Weavers societies അറിയപ്പെടുന്നത് producer societies ആണ്. Okay, അടുത്തത് question number 60. Technical enquiry report is associated with dash societies. Technical enquiry report എന്നുള്ളത് ഏത് സൊസൈറ്റികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? Agricultural and Rural Development ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് Technical enquiry reports. Okay, 61st question. Folk High School was related to Denmark cooperatives. Okay, 62. Horace Plunkett belongs to Ireland. Question number 63. Robert Owen started a village community known as New Harmony. Okay, 64th question. First cooperative principles are Rockdale Pioneers. 65. Which country applied the principles of cooperation in the field of credit first? Okay, principles of cooperation credit in the field ഏറ്റവും ഫസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുള്ള കൺട്രി ഏതാണ്? ഓക്കെ, ആൻസർ ഇസ് ബ്രിട്ടൻ. ഓക്കെ, UK. നമ്മൾ റോക്ക്ഡെയിൽ പയനേഴ്സിന്റെ ആ ഒരു ഇതിലാണ്, അവരാണ് ആദ്യം കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് കൊണ്ടുവന്നത്. സോ അതിന്റെ ബേസിസിലാണ് ക്രെഡിറ്റ് ഏറ്റവും ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ അപ്ലൈ ചെയ്തിട്ടുള്ളത് ബ്രിട്ടൻ ആണെന്നുള്ളത് പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 66. The Labour Welfare Centers started by Robert Owen. Robert Owen start ചെയ്തിട്ടുള്ള Labour Welfare Centers ആണ് Labour Colonies. Okay. Question number 67. A well-known person in cooperation who was the close follower of Robert Owen. Robert Owenന്റെ ഏറ്റവും ക്ലോസ് ഫോളോവർ ആരാണ്? അപ്പോൾ കോപ്പറേറ്റീവിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ആളാണ് ഡോക്ടർ വില്യം കിങ്. ഓക്കെ, ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഓപ്ഷൻസ് മാറ്റിയിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് കേട്ടോ. ഡോക്ടർ വില്യം കിങ്, okay, is a follower of Robert Owen. Question number 68. The year in which Rockdale Equitable Society started. Okay, Rockdale Pioneers Equitable Society start ചെയ്തിട്ടുള്ള വർഷം 1844ലാണ്. Okay, 69. The year in which Japan passed its first cooperative law. ജപ്പാൻ അതിന്റെ ആദ്യത്തെ കോപ്പറേറ്റീവ് ലോ പാസ്സാക്കിയിട്ടുള്ള വർഷം 1900 ആണ്. Okay, question number 70. The homeland of agricultural cooperation in the world. Okay, agriculture cooperation ന്റെ homeland എന്നറിയപ്പെടുന്നത് ഏതാണ്? ഡെൻമാർക്ക് ആണ്. Okay, next question number 71. Collective village in Israel. ഇസ്രായേലിലെ collective village ആണ് kibbutz. Okay, question number 72. Cooperative movement in Denmark was introduced by. ഡെൻമാർക്കിലെ cooperative movement introduce ചെയ്തിട്ടുള്ളത് ആരാണ്? H.C. Sohn ആണ്. Okay, next question number 73. The social worker who came to be known as Provision Parson. Provision Parson എന്നറിയപ്പെട്ടിട്ടുള്ള social worker ആരാണ്? H.C. Sohn തന്നെയാണ്. Okay, question number 74. Workers settlement in Israel. ഇസ്രായേലിലെ worker settlement അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് മൊഷേവ് ഓഡിം എന്നാണ്. Okay, question number 75. Who led the cooperative movement in China? ചൈനയിലെ cooperative movement സുൻ യാറ്റ്സൻ ആണ്. Okay,
Question number 76. Name of commune formed by APCs of China. ചൈനയിലെ APCs ഫോം ചെയ്തിട്ടുള്ള കമ്മ്യൂണിന്റെ പേരെന്താണ്? സ്പുട്നിക് എന്നാണ്. Okay. Question number 77. Cooperative settlement in Israel. ഇസ്രായേലിലെ cooperative settlement ആണ് മൊഷേവ് ഷിറ്റൂഫി. Okay. അടുത്തത് question number 78. Wholesale society in Denmark which organized by retail cooperatives in 1896. 1896 retail cooperatives organize ചെയ്തിട്ടുള്ള ഡെൻമാർക്കിലെ wholesale societyയുടെ പേരെന്താണ്? FDB. Okay. Next question number 79. Cooperative bank in Denmark. ഡെൻമാർക്കിലെ cooperative bank ആണ് Andelsbanken. Okay. Question number 80. Insurance society in Denmark. ഡെൻമാർക്കിലെ insurance society ആണ് Alka. Okay. Okay, അടുത്തത് എസ്റ്റാബ്ലിഷ്മെന്റ് ഇയേഴ്സ് ആണ്. ഓക്കെ, നമ്മളുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ഇയേഴ്സ് എല്ലാം കൂടി ഒന്നിച്ച് പറയുന്നതാണ്. ഓക്കെ, നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ NCUI. NCUIയുടെ ഇമ്പോർട്ടൻ്റ് ആണ്, 1929 ആണ്. NCUI 1929. ഓക്കെ, അടുത്തത് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ NCDC. NCDC 1963 മാർച്ച് 13th. 1963 മാർച്ച് 13th. 1962 ആക്ട് വരുന്നത്. NCDC ആക്ട് 1962 ആണ്. NCDC എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1963 മാർച്ച് 13th ആണ്. ഓക്കെ, അടുത്തത് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് നബാർഡ്. ഓക്കെ, നബാർഡ് 1982 ജൂലൈ 12th ആണ്. ആക്ട് ആണെങ്കിൽ 1981 ആണ്. ഓക്കെ, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് 1982 ജൂലൈ 12th ആണ്. ഓക്കെ, അടുത്തത് നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. ഓക്കെ, നാഫെഡ്. നാഫെഡ് 1958 ഒക്ടോബർ 2nd ആണ്. 1958 ഒക്ടോബർ 2nd. ഓക്കെ, നാഫെഡ് 1958 ഒക്ടോബർ 2nd. നെക്സ്റ്റ് NCCF. NCCF ആണെങ്കിൽ ഒക്ടോബർ 16th 1965. ഒക്ടോബർ 16th 1965. അടുത്തത് നാഷണൽ കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ 1969 നാഷണൽ കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ 1969. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് NDDB ആണെങ്കിൽ 1965 സെപ്റ്റംബർ 26th ആണ്. 1965 സെപ്റ്റംബർ 26th. അപ്പം NCCF-ഉം NDDB-യും ഒരേ വർഷമാണ്. ഓക്കെ, 1965 രണ്ടും. ഒന്ന് ഒക്ടോബർ 16th ഒന്ന് സെപ്റ്റംബർ 26th ആണ്. ഓക്കെ, അടുത്തത് ഇഫ്കോ. ഇഫ്കോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നവംബർ 3rd 1967. ഓക്കെ, 1967 ഇഫ്കോ വരുന്നത്. ഇനി ഹെഡ് ക്വാർട്ടേഴ്സ്, എല്ലാവരുടെയും ഹെഡ് ക്വാർട്ടേഴ്സ് എല്ലാം ഒന്ന് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നബാർഡും നാഫ്സ്കോബും. ഓക്കെ, നാഫ്സ്കോബും കബും വ്യത്യാസമുണ്ട്. നബാർഡ് ആൻഡ് നാഫ്സ്കോബ് മുംബൈ. ഓക്കെ, നബാർഡ് ആൻഡ് നാഫ്സ്കോബ് ഇസ് മുംബൈ. അടുത്തത് ക്യാംകോ. ക്യാംകോ മാംഗ്ലൂർ ആണ്. ക്രിപ്കോ നോയിഡ. NDDB ഗുജറാത്ത്. വാംനിക്കോം പൂനെ. സിഡ്ബി ആൻഡ് ബേർഡ് ലക്നൗ. പിന്നെ NCUI നമ്മളുടെ മെയിൻ ആയിട്ട് വരുന്ന NCUI, NCDC, NCCE, നാഫെഡ്, അതുപോലെ തന്നെ NCHF, NCCT, നാഫ്കബ്. ഓക്കെ, ഇതെല്ലാം ന്യൂഡൽഹിയിലാണ്. അതുപോലെ തന്നെ ഹോർട്ടിക്കൾച്ചറിന്റെ സൊസൈറ്റിയാണ് NHRDF. കൺസ്യൂമർ സൊസൈറ്റി ആണ് ഫെഡറേഷൻ ആണ് NCCF. NLCF ലേബർ സൊസൈറ്റി ആണ്, അത് ന്യൂഡൽഹിയിലാണ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അടുത്തത് ഹുഡ്കോ, ഇഫ്കോ, അതുപോലെ ഫിഷ് കോപ്ഫെഡ്, ട്രൈഫെഡ്, ഇതെല്ലാം ന്യൂഡൽഹിയിലാണ് വരുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഈ ബാക്കി എല്ലാ N വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതും ന്യൂഡൽഹിയിലാണ് എക്സെപ്റ്റ് നബാർഡ് ആൻഡ് നാഫ്സ്കോബ്. ഓക്കെ, നാഫ്സ്കോബ്. അപ്പൊ ഇത് രണ്ടും മുംബൈയിലാണ്. ഓക്കെ, ബാക്കിയുള്ളത് നമുക്ക് എളുപ്പമാണ്. ക്യാംകോ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ക്യാംകോ മാംഗ്ലൂർ, ക്രിപ്കോ നോയിഡ, NDDB ഗുജറാത്ത്. ഈ ഒരു NDDB ഡയറി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഗുജറാത്ത് ഓർക്കണം. ഓക്കെ, NDDB ഗുജറാത്ത് ആണ്. ഓക്കെ, വാംനിക്കോം പൂനെ. ഓക്കെ, സിഡ്ബി ആൻഡ് ബേർഡ് ലക്നൗ. ഓക്കെ, അടുത്തത് കുറച്ച് ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഏതൊക്കെയാന്നുള്ളത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്നും കൂടി പറയാണ്. ഓക്കെ, ദ ഫസ്റ്റ് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി വാസ് രജിസ്റ്റേർഡ് ഇൻ 1913 അറ്റ് അലഹബാദ് ഇൻ UP വാസ് കോൾഡ്. ഓക്കെ, അപ്പം UP അലഹബാദിൽ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി 1913 അത് ഏതാണ്? ഒന്ന് ആൻസർ ഇസ് ഖത്ര കോപ്പറേറ്റീവ് ഡയറി സൊസൈറ്റി ആണ് ആദ്യത്തെ ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി. 1913 അലഹബാദ് UP.
Okay. അടുത്തത് the first marketing cooperative was organized at dash in the former Bombay province in 1915. 1915 ആദ്യത്തെ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് അത് ബോംബെ പ്രൊവിൻസിലായിരുന്നു. എവിടെയാണ്? ഓക്കെ, ഹബ്ലിയിലാണ് ആദ്യത്തെ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്. ഓക്കെ, next, in India the first cooperative land mortgage bank was established in 1920 at ആദ്യത്തെ land mortgage bank in India 1920 അത് എവിടെയാ? ജാങ് in പഞ്ചാബ് ആണ്. ഓക്കെ, അടുത്തത് the first DCB was established at dash in 1910. 1910 ആദ്യത്തെ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അത് ഏത് സ്ഥലത്താണ്? രാജസ്ഥാനിലെ അജ്മർ in രാജസ്ഥാനിലാണ് ഫസ്റ്റ് DCB in 1910. ഓക്കെ, അടുത്തത് the first cooperative society registered under Cooperative Credit Societies Act 1904. 1904 ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ടിനെ ബേസ് ചെയ്തിട്ട് ആദ്യമായിട്ട് വന്ന കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതാണ്? കർണാടകയിലെ അഗ്രികൾച്ചർ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അഗ്രികൾച്ചർ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ കർണാടക. ഓക്കെ, അടുത്തത് the first non-agriculture credit society was established. ആദ്യത്തെ നോൺ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ബറോഡയിലാണ്. ഇതും നമുക്ക് പറയാം. ഓക്കെ, ബറോഡയിലാണ്. ഓക്കെ, അടുത്തത് നമ്മളിപ്പം പറഞ്ഞത് ഒന്നും കൂടി ഒന്ന് സ്പെസിഫിക് ആയിട്ട് പറയാണ്. ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ഇന്ത്യ. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് നോൺ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ഇന്ത്യ ആയിട്ട് കണക്കാക്കുന്നത്. 1889 ഇത് ഫോം ചെയ്തിട്ടുള്ളത്. അന്യോന്യ കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് ആണ്. അന്യോന്യ കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ്. ഇത് ഗുജറാത്തിലെ ബറോഡ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ, ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ഇന്ത്യ. അടുത്തത് ഫസ്റ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി. ഓക്കെ, അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു കർണാടകയിലുള്ള ആ കനകി നഹൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ആദ്യത്തെ അഗ്രികൾച്ചർ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഫസ്റ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി അഗ്രികൾച്ചർ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അത് 1904 ഇപ്പൊ നമ്മൾ പറഞ്ഞു 1904 ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ടിനെ ബേസ് ചെയ്തിട്ട് ഫോം ചെയ്തിട്ടുള്ളതാണ് കർണാടകയിലെ കനകി നഹൽ. ഓക്കെ, അടുത്തത് ഫസ്റ്റ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. ആദ്യത്തെ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് കോസ്മോസ് കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. 1906 പൂനെയിലാണ് ഇത് ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, മഹാരാഷ്ട്രയിലാണ് ആദ്യത്തെ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. അർബൻ ഏരിയയിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് ബാങ്ക്. ഓക്കെ, അടുത്തത് ഫസ്റ്റ് കോപ്പറേറ്റീവ് ഷുഗർ മില്ല്. ആദ്യത്തെ ഷുഗർ മില്ലാണ് പ്രവാര കോപ്പറേറ്റീവ് ഷുഗർ ഫാക്ടറി. അത് മഹാരാഷ്ട്രയിലെ അഹമ്മദാനഗറിലാണ് 1950. ഓക്കെ, വിതൽ റാവു വിഖെ പട്ടേൽ. ഓക്കെ, അതാണ് ആദ്യത്തെ കോപ്പറേറ്റീവ് ഷുഗർ മിൽ. അടുത്തത് ഫസ്റ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി. ആദ്യത്തെ ഹൗസിംഗ് സൊസൈറ്റി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബോംബെ കോപ്പറേറ്റീവ് ഹൗസിംഗ് അസോസിയേഷൻ അവരാണ് തുടങ്ങിയിട്ടുള്ളത്. സാരസ്വത് എന്ന് പറയുന്ന സാരസ്വത്. ഓക്കെ, അത് മുംബൈ മഹാരാഷ്ട്രയിലെ ഫസ്റ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി ആയിട്ട് കണക്കാക്കുന്നു. അടുത്തത് ഫസ്റ്റ് വുമൻസ് കോപ്പറേറ്റീവ്. ആദ്യത്തെ വുമൻസ് കോപ്പറേറ്റീവ് ശ്രീ മഹിളാ സേവാ സഹകാരി ബാങ്ക് ലിമിറ്റഡ്. ഓക്കെ, ശ്രീ മഹിളാ സേവാ സഹകാരി ബാങ്ക് ലിമിറ്റഡ് 1974 അഹമ്മദാബാദ് ഗുജറാത്ത് ആണ് ഫസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എസ്റ്റാബ്ലിഷ്ഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ വുമൺ. ഓക്കെ, അടുത്തത് ഫസ്റ്റ് ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി. ആദ്യത്തെ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഫ് ബാരക് ആൻഡ് റെയിൽവേ വർക്കേഴ്സ് ആണ്. ഓക്കെ, അത് മദ്രാസിലാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഫ് ബാരക് ആൻഡ് റെയിൽവേ വർക്കേഴ്സ്. അത് റെയിൽവേ വർക്കേഴ്സിന്റെ വെൽഫെയറിന് വേണ്ടി ഫോം ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി അതാണ്. അടുത്തത് ഫസ്റ്റ് ഫിഷർമാൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഫിഷർമാൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ഇത് സൗത്ത് ഇന്ത്യൻ ഫിഷർമാൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. ഓക്കെ, ഇത് സൗത്ത് ഇന്ത്യൻ ഫിഷർമാൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റി നമ്മളുടെ കേരളത്തിൽ 1913 അത് ഫോം ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ഫിഷർമാൻസ് ഏരിയ. ഓക്കെ, ഫിഷിംഗ് കമ്മ്യൂണിറ്റി. അപ്പൊ അതിൽ ഫസ്റ്റ് വരുന്നത് സൗത്ത് ഇന്ത്യൻ ഫിഷർമാൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. ഓക്കെ, അടുത്തത് ഫസ്റ്റ് ട്രൈബൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. ആദ്യത്തെ ട്രൈബൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ് ഗിരിജൻ കോപ്പറേറ്റീവ് കോർപ്പറേഷൻ. ഓക്കെ, അത് ആന്ധ്രാപ്രദേശിലാണ്. ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റീസിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് സ്പെസിഫൈ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആദ്യത്തെ ട്രൈബൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ഗിരിജൻ കോപ്പറേറ്റീവ് കോർപ്പറേഷൻ. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മളുടെ ഈ ഒരു വീഡിയോയിൽ വരുന്നത്. അപ്പോൾ ഞാൻ ഇനി അക്കൗണ്ടൻസിയും കൂടി ഞാൻ ക്വസ്റ്റ്യൻസ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം മാക്സിമം അത് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ലേറ്റ് ആയാലും ചെയ്യും. കാണുന്നവരുണ്ടെങ്കിൽ പഠിക്കുന്നവരുണ്ടെങ്കിൽ കാണാം കേട്ടോ. ഓക്കെ, അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം ഓൾ ദ ബെസ്റ്റ് ഫോർ ദ എക്സാം. നാളെ അപ്പോൾ എല്ലാവരും എക്സാം നന്നായിട്ട് എഴുതാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.